ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫസ്റ്റ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, first chemical bonding. The attractive force which holds various constituents such as atoms, ions, etc. together and stabilizes them by the overall loss of energy is known as chemical bond. അപ്പൊ എന്താണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാലോ, നമുക്കിപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് നമുക്കറിയാം അല്ലെ. NaCl, KCl, H2O, H2SO, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലി ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിവിജ്വൽ ആറ്റംസിനെ അല്ലെങ്കിൽ അയോൺസിനെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിച്ച് ബൈൻഡ്സ് ദ ആറ്റംസ്, അയോൺസ് ഓഫ് മോളിക്യൂൾസ് ടുഗദർ ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആറ്റംസ്, അയോൺസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ജനറലി കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് തിയറീസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ജസ്റ്റ് ഓരോ തിയറീസിന്റെയും ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു മേജർ പോസ്റ്റുലേറ്റ്സും കാര്യങ്ങളും മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. അതിൽ ഫസ്റ്റ് ആണ് ലൂയിസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, ലൂയിസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. നോക്കുക, an atom can be viewed as a positively charged kernel, that is the nucleus plus the inner electrons and the outer shell. അപ്പൊ നോക്കിക്കേ, ലൂയിസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങില് ആറ്റത്തിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ആറ്റം ഈസ് കൺസിഡേർഡ് ആസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽ. കേർണൽ മീൻസ് ന്യൂക്ലിയസും ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യുന്ന ആ ഇലക്ട്രോൺസ്, അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് കേർണൽ. ഓക്കെ, അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണലും ദെൻ ഔട്ടർ ഓർബിറ്റൽസിലായിട്ട് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ന്യൂക്ലിയസ് പ്ലസ് ഔട്ടർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്? ഒരു ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ the outer shell can be accommodated a maximum of 8 electrons only, and the atoms have an object configuration, that is 8 electrons in the outermost shell, thus symbolizing a stable configuration. അപ്പൊ നോക്കിക്കേ, നമ്മള് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത്, ഓക്കെ, ഏതൊരു ആറ്റത്തിന്റെ ആയാലും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലെ. നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ആ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഈ 8നേക്കാട്ടിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ഇനി അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പൊ ഈ 8 ഇലക്ട്രോൺസ് ഓക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ നോക്കാം, the atoms can achieve this stable configuration by forming chemical bonds with other atoms. അപ്പൊ ഇപ്പൊ ജനറലി എല്ലാ ആറ്റംസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ സോഡിയത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആണ് വരുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 11 ആയതുകൊണ്ട് 2, 8, 1 എന്നാണ് നമുക്ക് കോൺഫിഗറേഷൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ് ഇവിടെ? 1. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ആണ്. അപ്പൊ അത് സ്റ്റേബിൾ ആണോ? അല്ല. അപ്പൊ ഇൻഡിവിജ്വൽ ആറ്റംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ആറ്റംസിന് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ ജനറലി എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്? അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി മറ്റ് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ആറ്റംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? മറ്റ് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? കോമ്പൗണ്ട്സ്
ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ടാണ് ഇവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആറ്റംസിനെ അല്ലെങ്കിൽ അയോൺസിനെ പരസ്പരം കമ്പൈൻ ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സ്, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്നെ എന്ന് പറയുന്ന ആള് നമ്മളിപ്പോ കണ്ടു, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ അവർക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണോ? അല്ല, ഒബ്ജക്റ്റ് കംപ്ലീറ്റ് അല്ല, അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ എന്നെ എന്ന് പറയുന്ന ആള് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അയണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, പക്ഷെ ഇത്രയും അറിഞ്ഞിരിക്കും, Na എന്ന് പറയുന്ന ആള് ജനറലി അവരുടെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ സ്റ്റേബിൾ അല്ല, കാരണം ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അല്ല ഉള്ളത്. പക്ഷേ ഈ Na എന്ന് പറയുന്ന സെയിം ആള് തന്നെ NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇവരെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവര് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജനറലി സ്റ്റേബിൾ അല്ലാത്ത ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് കെമിക്കൽ ബോണ്ട് ക്യാൻ ബി ഫോംഡ് either by gaining or losing an electron such as NaCl, MgCl, or in some cases due to the sharing of electrons such as F2. Okay, അപ്പം നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഇപ്പൊ സോഡിയത്തിന്റെ കേസിലായിക്കോട്ടെ, സോഡിയത്തിന്റെ കേസിലാണ് നമ്മൾ ഇപ്പൊ കണ്ടു അവർക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ സമയത്ത് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഇവർക്ക് ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? 2, 8 എന്നായിട്ട് മാറും. അപ്പൊ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും, അവർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും, അല്ലെ? അപ്പൊ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയത്തിന് എന്താണ് ഈസി ആയിട്ടുള്ള മാർഗം? ഔട്ടർമോസ്റ്റിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ ക്ലോറിന്റെ കേസ് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഫ്ലൂറിന്റെ കേസ് നോക്കുക. ഓക്കെ, ഫ്ലൂറിന്റെ കേസ് നോക്കുമ്പോഴത്തേന് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 7 എന്നാണ് വരുന്നത്, അല്ലെ? അറ്റോമിക് നമ്പർ 9 ആണ് ഫ്ലൂറിന്റെ. അപ്പം കോൺഫിഗറേഷൻ വരിക 2, 7 എന്നാണ്. അപ്പൊ ഫ്ലൂറിന്റെ കേസിൽ നോക്കിക്കേ, സ്റ്റെബിലിറ്റി ഉള്ള ആളാണോ ഫ്ലൂറിൻ? അല്ല. ഫ്ലൂറിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ള? 7. 8 ഉണ്ടോ? ഇല്ല. 8 ആണെങ്കിൽ മാത്രമേ സ്റ്റേബിൾ ആവത്തുള്ളൂ. ഇവിടെ ഇപ്പൊ 7 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യും? ഇവർക്ക് ഒരു ഇലക്ട്രോണിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും, അല്ലെ? അപ്പൊ ഇവര് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ കൂടെ ഗെയിൻ ചെയ്യും. ഓക്കെ, അതേസമയത്ത് സോഡിയം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, നഷ്ടപ്പെടുത്തി. അതേസമയം ഫ്ലൂറിൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ കൂടെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കൂടെ ഗെയിൻ ചെയ്തു, അല്ലെ? അപ്പൊ ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ആറ്റംസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാറുണ്ട്, നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ മറ്റു ചില ആറ്റംസ് എന്ത് ചെയ്യുന്നു? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു, അല്ലെ? അപ്പൊ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആറ്റംസ് എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ആറ്റംസിനെ നഷ്ടപ്പെടുത്തുന്നു, മറ്റു ചിലർ ആറ്റംസിനെ ആറ്റംസ് അല്ല ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുക, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. NaCl NaClന്റെ കേസ് നോക്കിക്കേ നിങ്ങൾ. സോഡിയവും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 2, 8, 1. ഓക്കെ, ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 2, 7. അപ്പൊ ഈ സോഡിയം ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ Na എന്ന് പറയുന്ന ആള് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ ഇവർക്ക് നഷ്ടപ്പെടണം. അപ്പൊ 2, 8 എന്നുള്ള കോൺഫിഗറേഷൻ ആയിട്ട് അവർ സ്റ്റേബിൾ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആവും. അതേപോലെ തന്നെ ക്ലോറിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ 7ന്റെ കൂടെ ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടണം. ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് 2, 8 എന്നായിട്ട് സ്റ്റേബിൾ ആവും, അല്ലെ? അപ്പൊ ഈ സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ സ്റ്റെബിലിറ്റി കിട്ടും. അതേസമയം ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയാൽ സ്റ്റെബിലിറ്റി കിട്ടും, അല്ലെ? അപ്പൊ രണ്ടുപേരുടെയും കണ്ടീഷൻസ് 2 വ്യത്യസ്ത കണ്ടീഷൻസ് ആണ്. ഇയാൾക്ക് ഒരെണ്ണത്തിനെ കളയുകയും വേണം, ഇയാൾക്ക് ഒരെണ്ണത്തിനെ സ്വീകരിക്കുകയും വേണം, അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇയാൾ കളയുന്ന ഈ ഒരു ഇലക്ട്രോണിനെ ആരെങ്കിലും മേടിച്ചാൽ മതി? ക്ലോറിനിക്ക് വാങ്ങിയാൽ മതി, അല്ലെ? അപ്പൊ ക്ലോറിനിക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ കോൺഫിഗറേഷൻ 2, 8 എന്നാവും, ഇയാളുടെ കോൺഫിഗറേഷനും 2, 8 എന്നാവും. രണ്ടുപേരും സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും?
ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്ത് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട് ഫോർമേഷനിൽ ഒരാൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നു. ആ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ മറ്റേയാൾ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യുന്നു. ഗെയിൻ ചെയ്തിട്ട് രണ്ടുപേരും സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തിട്ട് അവർക്കിടയിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു ത്രൂ കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ത്രൂ ദി ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് വഴി കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഒരാൾ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നു, മറ്റേയാൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നു. രണ്ടുപേരും അങ്ങനെ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നു, അവർക്കിടയിൽ ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബൈ ദി ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ NaCl ന്റെ കേസിലായിക്കോട്ടെ MgCl2 ന്റെ കേസിലായിക്കോട്ടെ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതേ സമയത്ത് ഈ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് മാത്രമാണോ കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നത്? അല്ല, ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. എക്സാമ്പിൾ F2 ന്റെ കേസ് നിങ്ങൾ നോക്കിക്കേ. ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടു, 2-7 ആണ്. അപ്പൊ അടുത്ത ഫ്ലൂറിന്റെ 2-7. ഇങ്ങനെ 2-7 കോൺഫിഗറേഷൻ വരുന്ന 2 ഫ്ലൂറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് F2 മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഫ്ലൂറിന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ 7 ഇലക്ട്രോൺസിനെ ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്. 1 2 3 4 5 6 7. ഓക്കെ, ഈ ഫ്ലൂറിന്റെ ചുറ്റും 7 ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യാണ്. 1 2 3 4 5 6 7. അപ്പൊ ഇയാൾക്ക് ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ സ്റ്റേബിൾ ആവും, ഇയാൾക്കും ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ സ്റ്റേബിൾ ആവും അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പരസ്പരം എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇയാളുടെ ഈ ഫ്ലൂറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൂടെ ഷെയർ ചെയ്ത് മേടിച്ച് ഇയാൾക്ക് ചുറ്റും 8 ഇലക്ട്രോൺസ് ആക്കി മാറ്റും. നോക്കിക്കേ, ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫ്ലൂറിന്റെ കയ്യിൽ ഈ ഒരു ഇലക്ട്രോൺ കൂടെ ഷെയർ ചെയ്ത് മേടിച്ചു. കടം മേടിക്കുകയല്ല, മൊത്തത്തിലേക്ക് മേടിക്കുകയല്ല, ഇയാളും ഉപയോഗിക്കുന്നുണ്ട് ഇയാളും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ ചേർന്ന് പരസ്പരം യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്ത് ഈ ഫ്ലൂറിന് ഇയാൾക്ക് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആക്കി മാറ്റി? 8 ഇലക്ട്രോൺസ് ആക്കി മാറ്റി. അതേപോലെ തന്നെ ഈ ഫ്ലൂറിന് ചുറ്റും 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ ഇയാൾ സ്റ്റേബിൾ ആവും. ഇയാൾ എന്ത് ചെയ്തു? ഇപ്പുറത്തെ ഫ്ലൂറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്തെടുത്തു. അങ്ങനെ നോക്കിക്കേ, ഈ 7 ആള് ഇപ്പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് ഷെയർ ചെയ്ത് 8 ആക്കി. ഇവിടെ ഈ 7 ആൾ എന്ത് ചെയ്തു? ഇപ്പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് ഷെയർ ചെയ്ത് 8 എടുത്താക്കി. അങ്ങനെ രണ്ടുപേരും എന്തായി? സ്റ്റേബിൾ ആയി അല്ലെ. അങ്ങനെ നമുക്ക് F2 എന്ന് പറയുന്ന ഒരു മോളിക്യൂള് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ജനറലി കെമിക്കൽ ബോണ്ടിങ് വഴി കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസിന് എന്തൊക്കെ സംഭവിക്കാം? ഒന്നുകിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തുകൊണ്ട് ഗെയിൻ ചെയ്തുകൊണ്ടും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടും കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, only the electrons present in the outermost shell, also known as the valence electrons, take part in the formation of chemical bond. ഓർത്ത് ചെയ്യുക, നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ജനറലി വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലെ. ഈ വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ എന്തിൽ പങ്കെടുക്കുന്നുള്ളൂ? കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. ഒരിക്കലും ഇന്നർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കത്തില്ല. ഇപ്പൊ ഫ്ലൂറിന്റെ കേസ് എടുക്കുകയാണ്, സോഡിയത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. സോഡിയത്തിന്റെ കേസിൽ കോൺഫിഗറേഷൻ വരുന്നത് 2 8 1 എന്നല്ലേ. ഇവിടെ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 1. ആ ഒരു ഇലക്ട്രോൺ മാത്രമേ എന്തിലും പങ്കെടുക്കുള്ളൂ? കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. ഒരിക്കലും അതിന് മുന്നേ ഉള്ള ഈ 8 ഇലക്ട്രോൺസിനകത്ത് ഒന്ന് പോലും കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കത്തില്ല. അതുപോലെ ഫ്ലൂറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ വരുന്നത് 2 7 എന്ന ഈ 7 ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ ഫ്ലൂറിന്റെ കേസിലും കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. വേറെ ഇലക്ട്രോൺസ് ഒന്നും തന്നെ പങ്കെടുക്കത്തില്ല. ഓക്കെ, the Lewis used specific notations better known as Lewis symbol to represent the valence electrons. അപ്പം ഈ വാലൻസ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഒരു ഒരു ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Generally, the valency of an element is either equal to the number of dots corresponding to the Lewis symbol or 8 minus the number of dots of valence electrons. അപ്പൊ ജനറലി ഈ ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളൊരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലില് അല്ലെങ്കിൽ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ആ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസിനെ ഡോട്ട് യൂസ് ചെയ്തിട്ട് ആ ആറ്റംസിന് ചുറ്റും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ലൂയിസ്
കൺസെപ്റ്റിലുള്ളത്. ഓക്കെ, ഇപ്പൊ ലൂയിസ് കൺസെപ്റ്റിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ആ വാലൻസ് ഇലക്ട്രോൺസിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ആ ആറ്റത്തിന് ചുറ്റും ഡോട്ട് രൂപത്തിൽ ആ വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ ലൂയിസ് ഇംപൾസ് ഫോർ ലിഥിയം, ഓക്സിജൻ ആൻഡ് നിയോൺ ആർ ഗിവൺ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ലിഥിയം, ഓക്സിജൻ, നിയോൺ ഈ 3 പേരുടെ കേസിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇപ്പം ലിഥിയം ആവുമ്പോ അറ്റോമിക് നമ്പർ വരുന്നത് 3 ആണ്. കോൺഫിഗറേഷൻ എന്ത് വരും, 2 1 എന്ന് വരും. ഓക്സിജൻ ആവുമ്പോ അറ്റോമിക് നമ്പർ വരുന്നത് 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 2 6 എന്ന് വരും. നിയോൺ ആവുമ്പോ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ വരുന്ന 10 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 2 8 എന്ന് വരും അല്ലെ. ഇനി ഇപ്പൊ നമ്മള് ലിഥിയത്തിന്റെയും ഓക്സിജന്റെയും നിയോണിന്റെയും കൂടെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ലൂയിസ് സിമ്പിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലിഥിയത്തിന്റെ വരയ്ക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ലിഥിയത്തിന്റെ നൊട്ടേഷൻ എഴുതി, അതിനുശേഷം എന്ത് ചെയ്തു, ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി 2 1. നമുക്ക് ഇതിൽ ആരെ മാത്രം മതി, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസിനെ മാത്രം മതി. അത് എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അപ്പൊ ലിഥിയത്തിന് ചുറ്റും നമ്മൾ എത്ര ഡോട്ട് കൊടുക്കണം, 1 ഡോട്ട് കൊടുക്കണം. ഓക്കെ, അടുത്ത നമുക്ക് ഓക്സിജന്റെ ലൂയിസ് സ്ട്രക്ചർ നോക്കാം. ഓക്സിജന്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓക്സിജൻ നൊട്ടേഷൻ കൊടുത്തു. അതിനുശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് പോകുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, 6 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 6 ഡോട്ട് 1 2 3 4 5 6 6 ഡോട്ട് ഓക്സിജന് ചുറ്റും വരയ്ക്കും. അടുത്തത് നിയോൺ. നിയോൺ വരുമ്പോഴത്തേന് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 എന്നാണ് വരുന്നത്. ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ആ 8 ഇലക്ട്രോൺസിനെ നമ്മൾ 8 ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, 1 2 3 4 5 6 7 8. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതുപോലെ ഏതൊരു എലമെന്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കണം അല്ലെങ്കിൽ ലൂയിസ് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, ബാലൻസ് ഷെല്ല് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുന്നു, കൗണ്ട് ചെയ്യുന്നു, അത്രയും ഇലക്ട്രോൺസിനെ ആ എലമെന്റിന്റെ നൊട്ടേഷൻ അല്ലെങ്കിൽ ആ സിമ്പിളിന് ചുറ്റും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അടുത്തത് കോസൽസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ലൂയിസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ്. അടുത്തത് കോസൽസ് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഇവിടെ എന്താ പറയുന്നത് നോക്കുക, നോബൽ ഗ്യാസസ് സെപ്പറേറ്റ് ദ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻസ് and highly electropositive alkali metals. The halogens can form negatively charged ions by gaining an electron, whereas the alkali metals can form positively charged ions by losing an electron. Okay, അപ്പോൾ നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത്, നോബൽ ഗ്യാസസ് ജനറലി നമ്മുടെ എന്താ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസിനെയും അതുപോലെ തന്നെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹാലജൻസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് മെന്റലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്കറിയാം ജനറലി ഹാലജൻസിന്റെ കേസ്, ഹാലജൻസ് എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പാണ്, 17ാമത്തെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവരെ അപ്പൊ ഈ ഹാലജൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നോക്കിക്കേ, ഹാലജൻസിന്റെ കേസിൽ ഇപ്പൊ ഫ്ലൂറിൻ നമ്മൾ എടുക്കുന്നു, ഫ്ലൂറിന്റെ കേസ് എടുക്കുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, 2 7 എന്ന് വരും അല്ലെ. ക്ലോറിൻ എടുക്കുമ്പോ 2 8 7 എന്ന് വരുന്നു അല്ലെ. അപ്പൊ ജനറലി ഹാലജൻസിന്റെ എല്ലാവരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ് അല്ലെ. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 7 ആണ്. അപ്പൊ അവരെങ്ങനെയായിരിക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്, 7ന്റെ കൂടെ ഒരെണ്ണം കൂടെ കിട്ടിയാൽ 8 ആയി അവർ സ്റ്റേബിൾ ആവും. അപ്പൊ എന്ത് ചെയ്യും, ജനറലി ഇവര് ഒരു ഇലക്ട്രോണിനെയും കൂടെ വാങ്ങാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഒരു ഇലക്ട്രോണിനെയും കൂടെ എവിടെന്നേലും വാങ്ങി ആ കോൺഫിഗറേഷൻ 8 ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അതാണ് ഹാലജൻസ് ക്യാൻ ഫോം നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ബൈ ഗെയിനിങ് ആൻ ഇലക്ട്രോൺ. അപ്പൊ ഒരു ഇലക്ട്രോണിനെ എങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺസിനെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ നമ്മൾ ഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതേസമയം ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ ഹാലജൻസിന്റെ കേസിൽ ഒരു ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ ആവും. ഹാലജൻസ് ജനറലി എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ഒരു ഇലക്ട്രോണിനെ കൂടെ മേടിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ.
ഒരു ഇലക്ട്രോണിനെ കൂടെ ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് അവർക്ക് ചാർജ് ചെയ്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. അതാണ് പറഞ്ഞത് ഹാലജൻസ് ക്യാൻ ഫോം നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ബൈ ഗെയിനിങ് ഇലക്ട്രോൺസ്. അതേസമയം ആൽക്കലി മെറ്റൽസിന്റെ കേസ്, ഓക്കെ, ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ നോക്കിക്കേ, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാ? 2 1 2 8 1 2 8 8 1 ഈ രീതിയിലാണ് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ അവരുടെ ബാലൻസ് ഷെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവർക്ക് എങ്ങനെയാ സ്റ്റെബിലിറ്റി നേടാൻ എളുപ്പം? ഈ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ആൽക്കലി മെറ്റൽസ് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഹാലജൻസ് ജനറലി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് അവരുടെ ചാർജ് നെഗറ്റീവ് ആണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ആൽക്കലി മെറ്റൽസ് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ അവരുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ these negatively charged ions and the positively charged ions have enabled noble gas configuration, that is 8 electrons in the outermost shell. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളുകളുടെയും 2 7 2 8 7 അപ്പൊ ഇവരുടെയൊക്കെ കേസില് നമ്മള് നെഗറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഇലക്ട്രോണെ സ്വീകരിക്കും അല്ലെ? സ്വീകരിക്കുമ്പോൾ അവരുടെ കോൺഫിഗറേഷൻ എന്താവും? 2 8 2 8 8 എന്നാവും അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഇവര് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും അല്ലെ? അപ്പൊ നഷ്ടപ്പെടുത്തുമ്പോൾ അവരുടെ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. പോസിറ്റീവ് ചാർജ് കിട്ടുമ്പോൾ അവരുടെ കോൺഫിഗറേഷൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് മാറുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺഫിഗറേഷൻ ആരുടെ കോൺഫിഗറേഷൻ പോലെ ആയിട്ട് മാറുന്നു? 2 8 2 8 8. അതെല്ലാം ആരുടെ കോൺഫിഗറേഷൻ ആണ്? നോബിൾ ഗ്യാസസിന്റെ കോൺഫിഗറേഷൻ അല്ലേ? അപ്പൊ ജനറലി ഇവര് ചാർജസ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന് തുല്യമായിട്ട് മാറും. ഓക്കെ, അപ്പൊ the general electronic configuration of noble gases is given by NS2 NP6. അപ്പൊ നോബിൾ ഗ്യാസസിന്റെ കേസിൽ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? NS2 NP6. നോട്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. NS2 NP6 എന്നാണ് നോബിൾ ഗ്യാസസിന്റെ കേസിൽ അവരുടെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, as unlike charges attract each other, these unlike charged particles are held together by a strong force of electrostatic attraction exists between them. അപ്പൊ നമുക്കറിയാം അൺലൈക്ക് ചാർജസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് അല്ലെ? അപ്പൊ അൺലൈക്ക് ചാർജസ് തമ്മിൽ പരസ്പരം അടുത്തടുത്ത് വരുവാണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അല്ലെ? ലൈക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് അടുത്തടുത്ത് വരുമ്പോൾ അവർക്കിടയിൽ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുപോലെ തന്നെ ലൈക്ക് ചാർജസ്, 2 പോസിറ്റീവ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജസ് ആണ് അടുത്തടുത്ത് വരുന്നെങ്കിൽ, ലൈക്ക് ചാർജസ് ആണ് അടുത്തടുത്ത് വരുന്നെങ്കിൽ അവർക്കിടയിൽ എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക? ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെ? അപ്പൊ as unlike charges attract each other, these unlike charged particles are held together by strong force of electrostatic attraction exists between them. For example, MgCl2, magnesium ions and chloride ions are held together by the force of electrostatic attraction, and this type of chemical bonding exists between two unlike charged particles is known as electrovalent bond. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, സോഡിയവും ക്ലോറിനും. സോഡിയത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 8 1 കോൺഫിഗറേഷൻ ഉള്ള 2 8 1 കോൺഫിഗറേഷൻ ഉള്ള സോഡിയം ആ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ സോഡിയം എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറും. ഓക്കെ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, സോ പോസിറ്റീവ് ചാർജ്. ഇവിടെ എന്ത് ചെയ്തു? ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കൂടെ വാങ്ങിയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ട്, അവരുടെ ചാർജ് എന്തായിട്ട് മാറി? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറി. അപ്പൊ ഈ Na-ക്ക് പോസിറ്റീവ് ചാർജ്, Cl-ന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ രണ്ടുപേരും എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് ആണ് അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് ചാർജസ് അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസ് ആയിട്ട് അവർക്കിടയിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് Na-ക്കും Cl-ന്റെ ഇടയിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പം MgCl2ന്റെ കേസിൽ അതുപോലാണ്. മാഗ്നീഷ്യത്തിന്റെ കേസിലും മാഗ്നീഷ്യം പോസിറ്റീവ് ചാർജ് ആണ്, ക്ലോറിനോ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ചാർജസ് അടുത്തടുത്ത് വന്നപ്പോഴത്തേന്
അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും MgCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് കെമിക്കൽ ബോണ്ടിങ് വഴി ഫോം ചെയ്യുകയും ചെയ്യും അല്ലെ. അപ്പൊ ദിസ് കൈൻഡ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു അൺലൈക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. അപ്പൊ രണ്ട് വ്യത്യസ്ത ചാർജസ് ഉള്ള പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന അൺലൈക്ക് ചാർജസ് അല്ല രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ കെമിക്കൽ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുക കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ നോക്കുക. The type of chemical bonds formed varies in strength and properties. There are four primarily types of chemical bonds which are formed by atoms or molecules to yield compounds, and these type of chemical bonds include ionic bond, covalent bond, hydrogen bond and polar bond. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ തമ്മിൽ പരസ്പരം കമ്പൈൻ ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് പല രീതിയിൽ ഈ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഇടയിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഈ കെമിക്കൽ ബോണ്ടിങ് പല രീതിയിൽ ആറ്റംസ് അയോൺസോ മോളിക്യൂൾസിന്റെ ഇടയിൽ ആക്ട് ചെയ്യാം. അതിന്റെ ബേസിസിൽ നമ്മൾ ഈ കെമിക്കൽ ബോണ്ടിങ്ങിനെ മെയിൻലി 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് പോളാർ ബോണ്ട്സ്. ഓക്കെ, ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഈ കെമിക്കൽ ബോണ്ട്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. These types of bonds in chemical bonding are formed from the loss, gain or sharing of electrons between the two atoms or molecules. നമ്മൾ ഓൾറെഡി കുറച്ചു മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇപ്പം NaCl രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ അവർക്കിടയിൽ കെമിക്കൽ ബോണ്ടിങ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ടായിരിക്കും അവർ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അവർ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിലോ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒന്നുകിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ആറ്റംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ ഈ കെമിക്കൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവരെ ഈ 4 ക്ലാസിഫിക്കേഷൻ അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് പോളാർ ബോണ്ട്സ് എന്ന് പറയുന്ന 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓരോ കാറ്റഗറീസിന്റെ ഡീറ്റെയിൽസും അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.